ഹലോ ഹായ്, ഞാൻ ഷമീം. ഇന്ന് ഇൻട്രോയിൽ ഞാനില്ല. എൻ്റെ ക്യാമറ നേരെ എൻ്റെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇതാ എന്താ സംഭവം എന്ന് കണ്ടോ. എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. പെട്ടി, ബാഗ്, സാധനങ്ങൾ, ഡ്രസ്സ്, കുറേ ആക്സറീസ്. ഒരു യാത്രയാണ്. അപ്പോൾ ആ യാത്രയിൽ ഞാൻ പോകുമ്പോൾ എന്തൊക്കെ എടുക്കുന്നതെന്നൊന്ന് കാണാം. നിങ്ങൾക്കൊരു യാത്രയിൽ ശരിക്കും എളുപ്പമാകുന്ന സംഗതിയൊക്കെയാണ്. നമ്മളിത് ലഗേജുകൾ മാക്സിമം ചുരുക്കേണ്ടത്. ഈ വീഡിയോ എന്തിനാന്ന് പറഞ്ഞാൽ ഒരു യാത്ര ചെയ്യുമ്പം എങ്ങനെ എന്തൊക്കെ പാക്ക് ചെയ്യുന്നത്, ഞാൻ സാധാരണ എന്തൊക്കെ എടുക്കുന്നത് അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചാൽ നമുക്ക് ഒരുപാട് സംഭവം ഇങ്ങനെ വെക്കാം. ഇതൊക്കെ കണ്ടോ, അടുക്കിയിട്ട് പാൻറ്റ്. ഇപ്പം പാൻറ്റ് മാത്രമാണ് ഞാൻ കൊണ്ടുപോകുന്ന. അവിടെ കുറച്ച് ദിവസം ഉണ്ട്. അപ്പോൾ പാൻസൊക്കെ ആദ്യം എടുത്തു വെക്കും. പിന്നെ അപ്പുറത്ത് നമ്മുടെ ടീഷർട്ട് എല്ലാം ഉണ്ടാവും. ടീഷർട്ട് ഉണ്ടാവും, ട്രാക്ക് ഉണ്ടാവും, ട്രൗസർ ഉണ്ട്, അതേപോലെ തന്നെ ഷർട്ട് ഉണ്ട്, പിന്നെ ടവൽസ്. ഇതൊക്കെ നമ്മൾ കരുതേണ്ടതാണ് എപ്പോഴും യാത്രയിൽ. ഇത് അലക്കാനുള്ള, പിന്നെ ഇത് പാക്ക് ചെയ്ത് വെക്കാനുള്ള ബാഗ്, ചാർജർ. ഇത് ചെറിയ ബാഗ് എന്താ പറഞ്ഞാൽ എന്തെങ്കിലും നനഞ്ഞത് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ ബാഗാണ് കേട്ടോ. ഇത് ഡെക്കാത്ലോണിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഇവിടെ ഇത് ലാപ്ടോപ്പ്, പിന്നെ നിസ്കാരപ്പടം, പിന്നെ കത്തിൻ്റെ സെറ്റ്, ചെരുപ്പ് അത്യാവശ്യം ഇടാൻ, ഇത് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഇടാൻ, ഷൂ, ഇങ്ങനെയുള്ള സാധനമൊക്കെ ഉണ്ട്. പിന്നെ ഇതാ മൗത്ത് ഫ്രഷ്നർ, ബ്രഷ്, പേസ്റ്റ്, പിന്നെ ഷവർ ജെല്ല്, ഫേസ് വാഷ്. ഇത് എന്താ പറയുക, അവക്കാഡും കോക്കനട്ടും കൂടിയുള്ള ബോഡി വാഷ്. ഇതാണ് കേട്ടോ വൈപ്സ്, സ്പ്രേ, വാച്ച്, പാസ്പോർട്ട്, ടിഷ്യൂ. പിന്നെ ഇത് ഡ്രസ്സിൽ പൊടി പിടിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ റോൾ ചെയ്ത് എടുക്കും. അതാണ് സാധനം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചില ഡ്രസ്സിലൊക്കെ കാണുന്നില്ലേ, അതാണ് സംഭവം. അതിൻ്റെ ഇടയിൽ അത് അവിടെ പാക്കിങ്ങൊക്കെ ഒരുവിധമായി. പിന്നെ ഇത് ലാപ്ടോപ്പിൻ്റെ ബാഗ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ഇനി ചെറിയ ജിഞ്ചറിൻ്റെ ഇത് ഷാമ്പു ആണ്. ഇത് ഫേസ് ക്രീമാണ്. ഇത് നല്ല സാധനം, ബോഡി ഷോപ്പിൻ്റെതാണ്. അപ്പോൾ വാച്ച്, ഇങ്ങനെയൊക്കെ സാധനം. ഇതിൽ പിന്നെ നമ്മുടെ മെഡിസിൻസ് വരും കേട്ടോ, എന്തെങ്കിലും മെഡിസിൻസ് എടുക്കാനുണ്ടെങ്കിൽ. അപ്പോൾ അത് സിബ് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് അടുത്ത ഇപ്പുറത്തേക്ക് നമ്മളെ ഷർട്ട് സാധനങ്ങളൊക്കെ വെക്കാം. അപ്പോൾ ഇതെല്ലാം എന്തിനാ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും യാത്രയും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു റെഫറൻസിന് നമ്മൾ ചെക്ക് ലിസ്റ്റ് എപ്പോഴും ഉണ്ടാക്കണം. ചെക്ക് ലിസ്റ്റ് ഞാൻ മുമ്പ് ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുമ്പോൾ ഏകദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇത് റെസ്റ്റോറൻറ്റിൻ്റെ ഒരു കൺസൾട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഷൂ ഒക്കെ ഇതിനകത്ത് കയറ്റട്ടോ, ഡ്രസ്സല്ല. ഡ്രസ്സ് ഇപ്പം അവിടെ ബാക്കിയുണ്ട്, അത് ഇങ്ങോട്ടേക്ക് കയറട്ടെ. അതിൽ ഇവിടെ ഒരു ഷർട്ട് വെച്ചാണ്ടാ. ഇത് ശരിക്കും ഇന്നലെ നമുക്ക് കൊറിയർ വന്നതാണ്. ആരോ അയച്ചതാണ്. ആരാ അയച്ചതെന്ന് ഒരു പിടുത്തുമില്ല, അതിൽ കൊടുത്തിട്ടുമില്ല. ഇങ്ങനെ കൊറിയർ വന്നിട്ടുണ്ടെന്ന് ഫോൺ നമ്പറിൽ കോൾ വന്നു. ഞാൻ യൂട്യൂബിൽ കൊടുക്കുന്ന ആ നമ്പറിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി എടുത്താണ് കേട്ടോ. അപ്പോൾ ആരായാലും ഇതിലൂടെ ഞാൻ താങ്ക് യു അറിയിക്കുന്നു. നിങ്ങൾ തന്ന വിലപ്പെട്ട ഒരു ഗിഫ്റ്റിനെ ഞാൻ ഇന്ന് ഇടുന്നില്ല, അതങ്ങനെ ഷെൽഫിൽ എടുത്തു വെക്കാണ്. എന്തെങ്കിലും ഒക്കേഷൻ വരികയാണെങ്കിൽ അന്നേരം ഇടാം കേട്ടോ. ഷെൽഫിൽ അവിടെ ഭദ്രമായി എടുത്തു വെച്ചിട്ടുണ്ടേ. നമുക്ക് വന്നിട്ട് കാണാം. അപ്പോൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് തലക്ക് എണ്ണയും തേച്ചിട്ട് തലക്ക് നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ ഹെഡ് മസാജും. ഇനി കുളിച്ചിട്ടെല്ലാം വന്നിട്ട് നമുക്ക് ഒന്ന് ഡ്രസ്സെല്ലാം ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങാം. അപ്പോൾ എല്ലാം കുളിച്ച് എല്ലാം റെഡിയായി. ഇനി ഇപ്പോൾ ഇവിടെ എന്താ പറയുക, റൂ ഹൗസ് ഇതാ കണ്ടില്ലേ, റൂ ഹൗസ് ഉണ്ടാക്കി തന്നെ ഇറങ്ങാൻ നേരത്ത്. അപ്പോൾ കുടിച്ചിട്ട് നമുക്ക് അങ്ങനെ ഇറങ്ങാണ്ട് നമ്മളെ പാലക്കാട് നിന്ന് എൻ്റെ ട്രെയിന് ചെന്നൈയിലേക്ക്. അപ്പോൾ വൈകുന്നേരമാണ്. അപ്പോൾ ഉച്ചയ്ക്ക് എൻ്റെ ഫ്രണ്ടും കൂടെ വരുന്നുണ്ട് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാലക്കാട് നിന്ന് നമ്മൾ NMR ബിരിയാണി, മട്ടൻ ബിരിയാണി കേട്ടോ, ആ മട്ടൻ ബിരിയാണിയും കഴിച്ച് നമുക്കങ്ങനെ പോവാം. അപ്പോൾ എല്ലാം വണ്ടിയിൽ വെച്ചു. വണ്ടി ഞാൻ തന്നെ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് അനൗഷ് സ്കൂളിലാണ് ഉള്ളത്. അപ്പോൾ അനൗഷിനെ സ്കൂളിൽ നിന്ന് കൂട്ടണം. ഏകദേശം അവന് ഉച്ചയ്ക്ക് 1 മണി വരെ ക്ലാസ് ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ 12:30 ആയി. അപ്പോൾ അവിടുന്ന് കൂട്ടിയിട്ട് നമുക്ക് നേരെ അങ്ങനെ പാലക്കാടേക്ക് വിടാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ട്, ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞില്ല, ഫ്രണ്ടും കൂടെ വരാനുണ്ട്. അപ്പോൾ അവരെയും പിക്ക് ചെയ്യാനുണ്ട്. അവരെയും പിക്ക് ചെയ്തിട്ട് നേരെ അങ്ങനെ പോവാം. അവന് സ്കൂളിൽ നിന്ന് വരുന്ന കാണണ്ടേ. ഇതുവരെ നിങ്ങൾ സ്കൂൾ യൂണിഫോമിൽ കണ്ടിട്ടുണ്ടാവും തോന്നുന്നില്ല കേട്ടോ, കണ്ടിട്ടില്ല. എന്തായാലും അവനൊന്ന് വരുന്ന അവനറിയാതെ ഷൂട്ട് ചെയ്യാം. ഇതാണ് അനൗഷ് പഠിക്കുന്ന സ്കൂൾ, ദാറുൽ ഫല, നമ്മുടെ പൂപ്പല്ല. ഇതിൻ്റെ ഞാൻ ഈ ഇടയ്ക്ക് ഇവിടെ ഫുഡ് ഫെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം വന്നിരുന്നു ജഡ്ജായിട്ട്. സ്ലിപ്പ് വാങ്ങാൻ വേണ്ടി പോയതാ. ആ സ്ലിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കുട്ടികളെ കൂട്ടാൻ കഴിയുള്ളൂ. അപ്പോൾ കൂട്ടിയിട്ട് തരാം. അനൗഷിൻ്റെ കോമ്പൗണ്ടാണ്, ആ ബ്ലോക്കാണ്. അതാ ആളതാ ഓടി നടന്ന് വരുന്നു. എവിടെ പോകുന്നു ഒന്നും അറിയില്ല കേട്ടാ.
അനുച്ചോ എന്താന്ന് തളർന്ന എല്ലാവരുടെ ഹായ് പറ. എന്താണ് തളർന്നു പോയാ? ID കാർഡ് കാണിച്ചു കൊടുത്തേ. ഓഹോ എന്തേ തളർന്നു പോയാ? ഫുഡ് കഴിച്ചിട്ടില്ലേ? ഫുഡ് ടൈം എന്താ കഴിച്ചിന്? ഇന്നെന്താ മമ്മ തന്നേ? മീൻ കറിയോ ദോശയാ? ഫുള്ള് ഫിനിഷ് ആക്കിനാ? കുട്ടികളോട് ഷെയർ ചെയ്തിനാ? കുട്ടികളോടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ടിഫിൻ ഫുള്ള് ഫിനിഷ് ആക്കിനാ? സ്നാക്സ് ഫിനിഷ് ആക്കിനാ? സ്നാക്സ് എന്താ ഉണ്ടായിന്? എന്നാ ഓക്കെ നമുക്ക് പോവാ. അനുച്ചു എവിടെ പോന്നേ? വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നുണ്ട് കേട്ടോ, 2 രൂപക്ക് എയർപോർട്ടിൽ നിന്ന് ഇതെങ്ങനെ ഫ്രീ ആക്കിയിട്ട് നമുക്കിത് അവൈൽ ചെയ്യാന്നുള്ള. ആരും മിസ്സാക്കിയൊക്കെയല്ല കേട്ടോ. ആ സൈഡിലുണ്ട്. ഇതാ NMR-ലെത്തി. ഇതാണ് മുമ്പ് അതും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മള് ഏത് ബീഫിന്റെ ഒരു ഇതല്ലേ, ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്. പക്ഷെ വീഡിയോയിലൊന്നും അധികം മൂപ്പരെ കിട്ടൂല. ഇന്ന് മൂപ്പരെ പൊക്കിക്കൊണ്ടുവന്നേ. ഞാൻ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് NMR-ന്ന് ബിരിയാണി കഴിക്കാം. ഇതാ ഇതാറാ ഒരു ഹായ് ആക്കിയാ. ഇതേ ഹായ് ആക്ക്. സൽമാനെ പറയണേ ഇത് ചിക്കനാണ് കേട്ടോ. അവൾ ഒരാൾക്ക് ചിക്കനും ബാക്കി എല്ലാവർക്കും മട്ടണാവും. ആ മട്ടൺ മട്ടൻ ബിരിയാണി അങ്ങനെയല്ലേ പറയുന്നത്? എങ്ങനെയുണ്ട് സൽമാന്? അടിപൊളി ഷർട്ടല്ലേ? ആ ഷർട്ട് വെക്കാലോ? അനൗഷ് ബിരിയാണിക്ക് വെയിറ്റ് ചെയ്താ നല്ല വിഷമില്ല. കുട്ടികളെല്ലാം കഴിച്ചേക്കും. പിന്നെ നമ്മളെ ഊഹം, അപ്പോൾ ഊഹമല്ല ഊയം കേട്ടാ. തെറ്റ് പറഞ്ഞത് തെറ്റിപ്പോയതോ. വിഷം മുട്ട ഉണ്ട്. മുട്ട ഒന്ന് പതുക്കുന്ന സൈഡാക്കി. മുട്ട കൊടുത്ത് നമുക്ക് യോജിപ്പില്ല. ബിരിയാണിൻ്റെ കൂടെ മുട്ട കൊടുത്തിട്ട് ഓഹോ എനിക്ക് ഈ സാധനം കേട്ടാ. ഇതാണ് റാവുത്തർ ബിരിയാണിൻ്റെ കൂടെ കഴിക്കേണ്ട സാധനമാണ് കേട്ടോ. കായ്ച്ചാറ് എന്ന് പറഞ്ഞാൽ അത് മുരിങ്ങ, അതുപോലെ തന്നെ വെള്ളരി, ബ്രിഞ്ചാൾ ഇതൊക്കെ ഇട്ടിട്ട് ആക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ ഉള്ളിവിടെ ഒരു മുട്ടയും കൂടെ കൊണ്ടുവരും. അപ്പോൾ ഇപ്പം കണ്ട സ്വീറ്റ് പേട ഇത് എനിക്ക് എവിടെ പോയാലും ഒരു വീക്ക്നെസ് ആണ്. മധുരം അതായിടുന്നുണ്ട് കേട്ടോ. ആഹാ അബ്ബാന്ന് വിളിച്ചിട്ട് കയ്യേറിയാണ്. നോക്കെ മമ്മാനെ നോക്കണേ. കിസ് ചെയ്യാനോ? കിസ് ചെയ്തേ. വലൈക്കും സലാം. ആരോടും പറഞ്ഞില്ല അല്ലേ? ഞാൻ വീഡിയോയിൽ എത്തിയിട്ട് കാണിച്ചു കൊടുക്കാനാ. അപ്പോൾ ഓളെ അഭിപ്രായം എത്തിയിട്ട് കാണിച്ചാൽ എവിടെയാണെന്ന് സസ്പെൻസ് ആയി കിടന്നോട്ടെ അല്ലേ? അപ്പോൾ ഓക്കെ എന്നോട്
ഇത് എൻ്റെ ട്രെയിന് ഇവിടെ 1 കൊണ്ടുവച്ചിട്ടുണ്ട്. അരമണിക്കൂർ നേരത്തെ ഞാൻ എത്തിയത്, ബിഫോർ ടൈം. ഇത് ഇവിടുന്ന് പുറപ്പെടുന്ന ട്രെയിനാണ്, പാലക്കാട് ടു ചെന്നൈ. കമ്പാർട്ട്മെൻറ്റ് കുറേ ബാക്കിലാണ്. മഞ്ഞപ്പെട്ടിയും ചുവന്ന ടീഷർട്ട്. ഞാൻ യാത്ര ചെയ്ത് ട്രാക്ക് കണ്ടോ, പൊതുവെ ഇങ്ങനെ ലോങ് യാത്ര ചെയ്യുമ്പോഴൊക്കെ ട്രാക്ക് ഇടാം. ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നാളെ കുറച്ച് ലോങ് ദൂരമല്ലേ പോകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ യാത്രയിൽ ഏറ്റവും കൺവീനിയൻ്റായ ഏറ്റവും കംഫേർട്ടുള്ള ഡ്രസ്സൊക്കെ ആയിരിക്കണം ഇടേണ്ടത്. എന്നുവെച്ചാൽ ടീഷർട്ട്, ട്രാക്ക്. അപ്പോൾ ഭയങ്കര സുഖമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ കമ്പാർട്ട്മെൻറ്റ് ഓൾമോസ്റ്റ് എത്തി. ഇത് B2 ആണ്, എൻ്റെത് B1 ആണ്. അപ്പോൾ ട്രെയിനിൽ ആരുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് സമയമുണ്ടല്ലോ, ഞാൻ ഒന്ന് വെളിയിൽ ഇറങ്ങിയിട്ടുള്ളേ. ഞാനിപ്പോൾ ഇവിടുന്ന് നേരെ ചെന്നൈയിലേക്ക് പോകും. ചെന്നൈ എയർപോർട്ടിൽ നിന്നാണ് എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ എവിടെ എത്തി എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഞാൻ പോകുന്നത് തന്നെ എൻ്റെ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങൾക്കാണ് പോകുന്നത്. വർക്ക് എന്ന് പറയുന്നത്, ഞാൻ റെസ്റ്റോറൻറ്റ് കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൺസൾട്ടേഷൻ്റെ ആവശ്യമായിട്ട് ഒരു 2 ആഴ്ചത്തെ വർക്ക് ഉണ്ട് എനിക്കവിടെ. അപ്പോൾ ആ ഒരു ആവശ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അവിടുന്ന് കുറേ റെസിപ്പി ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ബാക്കി അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന്, അവിടെ എത്തിയിട്ടെന്നല്ല, അവിടെ ഒന്ന് കാണാം എന്തായാലും. അപ്പോൾ റെസിപ്പി വീഡിയോൻ്റെ ഇടയിൽ ചെറിയൊരു യാത്രാ വ്ളോഗ്. മൂവിങ് തുടങ്ങി. ഒറ്റ ആളില്ല, ഭയങ്കര അത്ഭുതമല്ലേ. ഇതാ ആരും കയറിയിട്ടില്ല, ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ സീറ്റ് ഇത് എവിടെയാണ്, ആരുമില്ല. രാവിലെ 4-4:30 ആകുമ്പോഴത്തേക്ക് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അപ്പോൾ അതിന് വെളിയിലിറങ്ങി തൊട്ടടുത്ത് തന്നെയാണ് അതിന് മെട്രോ ഉള്ളത്, എയർപോർട്ടിലേക്കുള്ളത്. അപ്പോൾ ജസ്റ്റ് സൈഡിൽ തന്നെ, അവിടുന്ന് നേരെ മെട്രോ താഴേക്കാതെ ബോർഡുണ്ട്. അപ്പോൾ രാവിലെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മെട്രോ ആണ്. അപ്പോൾ ആൾക്കാരുണ്ട്, എന്നാലും ഫസ്റ്റ് മെട്രോ ആണ്. അത് വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ഉണ്ട്, 4:45 ബസ് കിട്ടി. അപ്പോൾ എവിടത്തേക്കാണെന്ന് അറിയണ്ടേ, നോക്കാം. നമുക്ക് അങ്ങനെ തന്നെ പോവാം. ഞാനിപ്പോൾ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. അത് ട്രാവൽ ക്ലബ്ബ് ലോഞ്ച് എന്നുള്ള മിക്ക ഇൻ്റർനാഷണൽ എയർപോർട്ടിലും കാണാൻ നമുക്ക് ട്രാവൽ ലോഞ്ച് ഇങ്ങനെയൊക്കെ കാണാം. ഇതിൻ്റെ ഭയങ്കരമായ ഉപയോഗമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഡോണറ്റ്സ് കണ്ടപ്പോൾ ഡോണറ്റ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തതാണ്. അപ്പോൾ അത് ചില സ്ഥലത്ത് നമുക്ക് റിഫ്രഷ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും, കുളിക്കാനുള്ള സൗകര്യം ഉണ്ടാവും, റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും, റിക്ലൈനർ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഈ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് വേണം കയറാൻ. ഈ കാർഡിൽ ഏത് കാർഡായാലും, ബാങ്ക് കാർഡ് ഉണ്ട്, അതല്ല പ്രയോറിറ്റി പാസ് ഉണ്ട്, അങ്ങനെ കുറേ പലത്. എൻ്റെ അടുത്ത് പ്രയോറിറ്റി പാസ്സും ഉണ്ട്, അതുപോലെ തന്നെ ബാങ്ക് കാർഡ്, രണ്ടും ആക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ അത് സ്വൈപ്പ് ചെയ്താൽ വെറും 2 രൂപയെ ചാർജ് എടുക്കുകയുള്ളൂ. ആ ചാർജ് ഞാനിപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ കാർഡാണ് കൊടുത്തത്. അപ്പോൾ അത് എടുത്ത് തന്നെ 2 രൂപക്ക് എനി ടൈം 24 hours ആണ്. എനി ടൈം നമുക്ക് ഉപയോഗപ്പെടുത്താം. ഞാൻ മുംബൈ, ഇത് ഹോങ്കോങ്, അതുപോലെ തന്നെ മലേഷ്യ, ഇവിടെയൊക്കെ പോകുമ്പോൾ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൊച്ചിയിലൊക്കെ നല്ലതാണ്, ചെന്നൈയിൽ അത്ര ഭയങ്കര വലുതൊന്നുമല്ല. ബാക്കി ചില ഇൻ്റർനാഷണൽ എയർപോർട്ടിലൊക്കെ നല്ല അടിപൊളി സംഭവമാണ്. ഫുഡൊക്കെ ഫുള്ള് ഫ്രീയാണ്, ജ്യൂസ് സാധനങ്ങളെല്ലാം ഉണ്ടാവും, എന്ത് സാധനം. അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് ശരിക്കും ഉപയോഗപ്പെടുത്താം. എന്ന് പറഞ്ഞാൽ ബാങ്ക് നമ്മുടെ അടുത്ത് നിന്ന് പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് എമൗണ്ടുകൾ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എമൗണ്ട് ചാർജ് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനത്തെ ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അത് അവൈൽ ചെയ്യണ്ടേ. അപ്പോൾ അത് മാക്സിമം ഒരു 3 മണിക്കൂർ, നമ്മളിപ്പോൾ 3 മണിക്കൂർ മുമ്പായിരിക്കും നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടും. ബോർഡിംഗ് പാസ് കിട്ടണം കേട്ടോ. അപ്പോൾ ആ ഒരു പെട്ടെന്ന് തന്നെ 3 മണിക്കൂർ കറക്റ്റ് ടാർഗറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ കുറേ സ്പെൻഡ് ചെയ്യാം. ഫ്ലൈറ്റിൻ്റെ ടൈം ആകുമ്പോൾ മുറിന്ന് പോയാൽ മതി. അപ്പോൾ അതൊക്കെ നല്ല സുഖമാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. ഏതൊക്കെ കാർഡ്സാണെന്നുള്ളത് നിങ്ങൾ അവിടെ ഒന്നും കൂടെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എന്തോ എടുത്തിട്ട് നോക്കിക്കോ. അപ്പോൾ ഭയങ്കര ഒരു ഉപയോഗപ്പെടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ യാത്ര തുടരാണ്. എവിടത്തേക്കാണെന്നുള്ള ഫ്ലൈറ്റ് കയറാൻ പോവാം. കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളൊക്കെ അവിടെ ലാൻഡ് ചെയ്യുമ്പോൾ നല്ല വ്യൂ ആയിരിക്കും കേട്ടോ. അതൊന്ന് കാണാം. ഈ കാണുന്നത് ചെന്നൈയിലെ മറീന ബീച്ചാണ് കേട്ടോ. അതൊരു ഓർമ്മ കണ്ടപ്പം എടുത്തതാണ്, അവിടെയൊക്കെ പോകുമ്പോൾ കാണുമ്പോഴുള്ള. അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റ് നമ്മുടെ സ്ഥലം എത്താറായി. 2.5 മണിക്കൂർ യാത്ര ചെയ്തു. നല്ല ബീച്ചുകൾ കണ്ടില്ല, ഇത് എവിടെയായിരിക്കും? നല്ല നല്ല ബീച്ചുകളാണ്.
ഏഷ്യയിൽ തന്നെ സെക്കൻഡ് ലാർജസ്റ്റോ ഫസ്റ്റോ അങ്ങനെ എന്തോ ആണ് ഇവിടുത്തെ, എന്താ കറക്റ്റ് എനിക്കറിയില്ല, അങ്ങനെ എന്തോ ഒരു പദവി ഉണ്ട് ഈ ബീച്ചിന്. അപ്പോൾ ഇവിടെയുള്ള റെസ്റ്റോറൻറ്റ്സ് ഒരു 3 റെസ്റ്റോറൻറ്റിൻ്റെ കൺസൾട്ടിങ് ആണ്. അപ്പോൾ ആ വർക്കുകളൊക്കെ ഒന്ന് ചെയ്യട്ടെ. അപ്പോൾ എയർപോർട്ട് ഇറങ്ങി ഇനി ഏതാണ് സ്ഥലം എന്ന് ഇതാ എൻ്റെ മഞ്ഞ ട്രോളി ബാഗ് ട്രോളി വരുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വെളിയിലേക്ക് വരാം. അപ്പോൾ കാണാം. ഇതുള്ളത് ഞാൻ ഇറങ്ങിയ സ്ഥലം ആൻഡമാനിലാണ്. ആൻഡമാനിൽ പോർട്ട് ബ്ലെയർ എന്ന് പറഞ്ഞ എയർപോർട്ടിലാണ് ഇപ്പോൾ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഞാൻ ഇവിടുന്ന് ടാറ്റ ബൈ, വീണ്ടും കാണാം ഇവിടുത്തെ റെസിപ്പിയും വിശേഷങ്ങളൊക്കെ ആയിട്ട്.